ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മക്രോണി വെച്ചിട്ടൊരു പാസ്ത എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 250 ഗ്രാം മക്രോണി ഇട്ട് കൊടുക്കാം. 2 തവണയായി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് അരിപ്പാത്തട്ടിലിട്ട് ഊറ്റിയെടുത്ത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മുങ്ങത്തക്ക വിധത്തിൽ ഇതിൻ്റെ മീതേക്ക് നമുക്ക് 2 ബൗളിൽ വെള്ളമെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം ഒരു 20 മിനിറ്റ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് വരും. എൻ്റെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന നമ്മുടെ മക്രോണി നമുക്ക് ഒരു അരിപ്പാത്തട്ടിലേക്ക് ഒഴിച്ച് വെള്ളമെല്ലാം ഊറ്റി നല്ല ക്ലിയറാക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 25 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് മൂപ്പിക്കാം. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്കൊരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി നമുക്കൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ 2 ക്യാരറ്റ് നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. ക്യാരറ്റ് ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഉരുളൻകിഴങ്ങ് കൂടി അരിഞ്ഞത് ചേർക്കാം. രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. മൂടി തുറന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് എരിവ് മാത്രം ചേർത്താൽ മതി. കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് നമുക്കൊന്ന് കട്ടാതെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് നമുക്ക് നന്നായി കട്ടാതെ മിക്സാക്കി കൊടുക്കാം. നന്നായി ഇത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മക്രോണിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നന്നായി ഒന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് അടച്ചാൽ മതി. നമ്മുടെ മക്രോണി പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായ ഈ മക്രോണി പാസ്ത നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.